കൂട്ടുകാരെ, ചിക്കൻ മുംതാസ് എന്ന് പറഞ്ഞ റെസിപ്പി കണ്ടിട്ടുണ്ടോ? നല്ല ഉഗ്രൻ ടേസ്റ്റി ആയിട്ടുള്ളൊരു നോർത്ത് ഇന്ത്യൻ ക്യുസിനാട്ടോ ചിക്കൻ മുംതാസ്. ഒരു മുഗളായി സ്റ്റൈൽ ഡിഷാണേ. നല്ല രസമാണ് കഴിക്കാനായിട്ട്. നമ്മുടെ ചപ്പാത്തി, പൊറോട്ട എല്ലാ ബ്രെഡ്സിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. നമ്മുടെ നാട്ടിലെ ചിക്കൻ കറിയൊക്കെ പോലെയൊക്കെ തന്നെ ഇരിക്കും. പക്ഷേ ഒരു രീതി ഉണ്ടാക്കുന്ന രീതിയിൽ ഉള്ള വ്യത്യാസം അനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ, ഏത് ഫുഡിൻ്റെയും ഫ്ലേവറും ടേസ്റ്റും കൂടും. അപ്പോൾ നമുക്ക് ഈ രീതി ഒന്ന് കണ്ടെങ്കിലോ? ചിക്കൻ മുംതാസ് കേട്ടോ, മുഗളായി സ്റ്റൈലാണേ. അപ്പോൾ അതേ 1 കിലോ അടുത്ത് ചിക്കൻ ഉണ്ട് കേട്ടോ. നല്ല വൃത്തിയായിട്ട് കഴുകിയതാട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റ്, ഒരു 2 തക്കാളി, ഒരു 2 മീഡിയം സവോള, ഒരു 2-3 പച്ചമുളക്, പിന്നെ അതേ കാട മസാല, നമ്മളത് പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, കുരുമുളക്. കടായി അടുപ്പ് കത്തിച്ച ശേഷം കടായി ചൂടായതിന് ശേഷം നമ്മൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കണേ. സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ ഹോൾ ഗരം മസാല ഇട്ട് അതിന് ശേഷം ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ആ കഴുകി വൃത്തിയാക്കി വെച്ചാൽ ചിക്കൻ ഇട്ട് നന്നായിട്ട് ആ ചിക്കൻ്റെ ഉളുമ്പ് മണമൊക്കെ ഒന്ന് പോവും. ഇതുപോലെ നന്നായിട്ട് എണ്ണയിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നല്ല രീതിയിൽ സോട്ട് ചെയ്യണം. ഇതുപോലെ ഇളക്കി കൂട്ടണം ശരിക്കും. അതിനുശേഷം നമുക്ക് അതിനകത്ത് ചേർക്കാനുള്ള മസാല, ഉപ്പ്, ഒരു 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് കേട്ടോ. ഇത് 1 സ്പൂൺ അളവിൽ കുരുമുളക് പൊടി, ഇത് 1 സ്പൂൺ ഗരം മസാല. ചൂടുവെള്ളം കേട്ടോ ഒഴിക്കണം. ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ പൗഡറൊക്കെ ഈ ബൗളിലിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക. ഇതുണ്ടോ? അതിന് ശേഷം നമ്മൾ ചിക്കൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൽ ഇട്ട് സോട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതിനകത്തേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. കണ്ടോ? അപ്പോൾ ഇതിങ്ങനെ പൊടികളൊക്കെ കലക്കി ചിക്കനകത്ത് ഇങ്ങനെ ഒഴിക്കുമ്പോഴത്തേനും അതൊന്ന് ആ എണ്ണയിൽ കിടന്ന് ശരിക്കും തിളച്ച് വരുമ്പോഴത്തേനും നല്ല ഉഗ്രൻ ഒരു ഫ്ലേവർ കേട്ടോ. നല്ലൊരു ടേസ്റ്റും കേട്ടോ ഈ കറി. നമ്മുടെ ചിക്കൻ കറിയൊക്കെ പോലെ തന്നെ ഇരിക്കും, എന്നാലും ഉണ്ടാക്കുന്ന രീതിയിലുള്ള വ്യത്യാസം അനുസരിച്ച് നമ്മൾ ഏത് ഫുഡായാലും ആ ഫുഡിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാകും കേട്ടോ. ഇതിന് ശേഷം നമ്മൾ സവോള, തക്കാളി, അരിഞ്ഞു വെച്ച പച്ചമുളക്, ഒരല്പം ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് സോട്ട് ചെയ്യണം. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് തക്കാളിയൊക്കെ അരിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ തക്കാളിയും സവോളയും പച്ചമുളകും കൂടെ മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കുന്നു. തണുത്തതിന് ശേഷം ഈ ഒരു പരുവത്തി വാടിയാൽ മതി കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് അലിഞ്ഞ് വരുവായാൽ മതി. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇതുപോലെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്ത് മാറ്റി വെക്കണം. ഈ പേസ്റ്റ് നമ്മൾ ചിക്കനകത്തേക്ക് ഒഴിക്കാനാട്ടോ. അപ്പോൾ ഈ ഒരു താരിഫിൽ നമ്മൾ പേസ്റ്റ് അടിച്ചൊഴിച്ചു. അപ്പോൾ ചിക്കൻ്റെ വെള്ളം ഒക്കെ ഇറങ്ങി, അതിൻ്റെ ജലാംശമൊക്കെ ഇറങ്ങി അത്യാവശ്യം ഉള്ളൊരു ഗ്രേവിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് നമ്മൾ അടിച്ചു വെച്ച തക്കാളി, സവോള, പച്ചമുളകൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് ഇതുപോലെ കണ്ടോ. അപ്പോൾ അതിനകത്ത് കിടന്ന ചിക്കനൊക്കെ വീണ്ടും ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേനും ആ ഗ്രേവിയുടെ ടേസ്റ്റ് കൂടും കേട്ടോ. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ലാസ്റ്റ് നമുക്ക് കുറച്ച് തൈരുണ്ട്, ഒരു 50 ml, പുളിക്കനുസരിച്ച്. പുളി കുറവുള്ള തൈരാണ്ട് വലിയ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. ഒരു 50 ml അളവിൽ തൈര് ശരിക്കും നന്നായിട്ട് ഇതുപോലെ സ്പൂൺ കൊണ്ടോ ബീറ്റ് ചെയ്ത് ഇതുപോലെ ഒഴിച്ച് ആ തൈരിൻ്റെ ജലാംശമൊക്കെ ആ കറിയുടെ കൂടെ കിടന്ന് വറ്റി വല്ല നല്ല തിക്ക്, നല്ല റിച്ച് ഗ്രേവി ആയിരിക്കും. ഇത് കാഷ്യൂ പേസ്റ്റോ അങ്ങനെ സംഭവമൊന്നുമില്ല കേട്ടോ. കാഷ്യൂ പേസ്റ്റോ ക്രീമോ ഒക്കെ ചേർക്കാൻ പറ്റും, പക്ഷേ അത് ലാസ്റ്റ് ഒന്ന് ചേർക്കാം. പക്ഷേ സാധാരണ മുംതാസിന് അങ്ങനെ അധികം ചേർക്കാറില്ല. ലാസ്റ്റ് കസൂരി മേത്തി, റോസ്റ്റഡ് കസൂരി മേത്തി, മല്ലിയിലൊക്കെ ഇട്ട് എടുക്കാറുള്ളൂ. അല്പം ലിറ്റിൽ ബിറ്റ് ഷുഗറാണ് കേട്ടോ, ഒന്ന് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടേ. ഇതുണ്ടോ ആ ഗ്രേവി ഉണ്ടോ, ആ ഗ്രേവിയുടെ ആ തൈരിൻ്റെ വെള്ളമൊക്കെ അവിടെ കിടന്ന് വറ്റി നല്ല നല്ല കുറുകിയ ഗ്രേവിയാവും. നമ്മുടെ ചപ്പാത്തി, പൊറോട്ടയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല സൂപ്പർബ് ടേസ്റ്റ് കേട്ടോ. ലാസ്റ്റ് അല്പം കസൂരി മേത്തി വറുത്ത് പൊടിച്ചതും മല്ലിയിലയും കൂടി ഇട്ട് ചൂടോടെ നമുക്ക് റൊട്ടിയുടെയോ നാൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. എന്നാൽ ശരി, എന്നാൽ അടുത്ത വീഡിയോ കാണാവേ. താങ്ക്